കഞ്ചിക്കോട്ടെ ഒയാസിസ് മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിനെതിരെ സിപിഐ പാലക്കാട് ജില്ലാ സമ്മേളനത്തിലെ രാഷ്ട്രീയ റിപ്പോർട്ടിലാണ് വിമർശനം. ഒയാസിസ് ബ്രൂവറി തുടങ്ങിയാൽ കുടിവെള്ളത്തിനും കൃഷിക്കും പ്രതിസന്ധിയുണ്ടാകും. നെല്ല് സംഭരിച്ച പണം വിതരണം ചെയ്യുന്നത് കാലതാമസം ഒഴിവാക്കണം. നെല്ലിന്റെ സംസ്ഥാന സർക്കാർ വിഹിതം കൂട്ടണമെന്നും രാഷ്ട്രീയ റിപ്പോർട്ടിൽ പറയുന്നു. സാജിദ് അജ്മൽ പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകും. സാജിദ്, ഈ ഒയാസിസ് മദ്യനിർമ്മാണശാല ഇതിനെതിരെ നേരത്തെ തന്നെ സിപിഐ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ രാഷ്ട്രീയ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ വിമർശനങ്ങൾ ഉൾപ്പെടുന്നു? അമൃത, സിപിഐയുടെ പാലക്കാട് ജില്ലാ സമ്മേളനം വടക്കഞ്ചേരിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ രാഷ്ട്രീയ റിപ്പോർട്ടിലാണ് ഒയാസിസ് ബ്ലൂവറി കമ്പനിക്കെതിരെയുള്ള ചില പരാമർശങ്ങൾ ഉള്ളത്. ഈ വ്യവസായങ്ങൾ സംസ്ഥാനത്ത് അനിവാര്യമാണ്, അതിൽ തൊഴിൽ ലഭ്യതയ്ക്കും മറ്റും ആവശ്യമാണ്. പക്ഷേ ഈ ഒയാസിസ് കമ്പനി നിലവിൽ വന്നാൽ അത് കുടിവെള്ളത്തെയും ഈ കാർഷിക മേഖലയെയും ഗുരുതരമായി ബാധിക്കുമെന്നുള്ളൊരു വിമർശനമാണ് ഉള്ളത്. ഈ ഘടകങ്ങൾ, പ്രത്യേകിച്ച് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ പരിശോധിക്കാതെ ഇത്തരം കമ്പനികൾ വരുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും എന്നും ഈ രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നു. അതോടൊപ്പം തന്നെ ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. നമുക്കറിയാം, കൃഷിമന്ത്രി സിപിഐയുടെ പി പ്രസാദാണ്, സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിലാണ്. ഇവർ രണ്ടുപേരും കൈകാര്യം ചെയ്യുന്ന ഈ വകുപ്പുകൾക്കെതിരെ കൂടിയാണ് ഈ വിമർശനം. ഈ നെല്ല് സംഭരണം കാര്യക്ഷമമായി നടക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ പണം വിതരണം ചെയ്യുന്നതിൽ വലിയ കാലതാമസം വരുന്നു. ഇത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത് LDFനെ തന്നെ ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ ഇപ്പോഴും കർഷകർക്ക് പണം ലഭിക്കാനുണ്ട്. ഇത് നെല്ലിന്റെ ഈ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ സംസ്ഥാന വിഹിതവും കൂടി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ കൂടി സർക്കാർ കൈക്കൊള്ളണമെന്നും ഈ രാഷ്ട്രീയ റിപ്പോർട്ടിൽ പറയുന്നു. അമൃത. ശരി സാജിദ്.